21-ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സമൂഹമാധ്യമത്തിലൂടെ ഒരു പ്രഖ്യാപനം നടത്തി. നിരോധിത സംഘടന CPI മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി നമ്പാല കേശവ റാവു അഥവാ ബസവരാജുവിനെ വധിച്ചു എന്നതായിരുന്നു ആ പ്രഖ്യാപനം. ബസവരാജു അടക്കം 27 മാവോയിസ്റ്റുകളെ വധിച്ചു എന്നതായിരുന്നു സർക്കാർ അറിയിച്ചത്. വാർത്ത പുറത്തു വന്നതോടെ രാജ്യത്തെ ഇടതുപക്ഷ സംഘടനകൾ ഏറ്റുമുട്ടൽ കൊലപാതകത്തെ അപലപിച്ച് രംഗത്തെത്തിയിരുന്നു. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ മനുഷ്യത്വ വിരുദ്ധവും ജനാധിപത്യത്തിന് യോജിച്ചതല്ല എന്നുമായിരുന്നു പ്രധാന വിമർശനം. അതിനു പിന്നാലെ ഇപ്പോഴിതാ മാവോയിസ്റ്റ് നേതാക്കളുടെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിമർശനം കൂടി ഉയരുകയാണ്. വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ബസവരാജുവിന്റെയും മറ്റൊരു മാവോയിസ്റ്റ് നേതാവ് സജ്ജ വെങ്കട നാഗേശ്വര റാവുവിന്റെയും മൃതദേഹങ്ങൾ കുടുംബത്തിന് കൈമാറണമെന്ന് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. അതനുസരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്ന നാരായൺപൂർ ജില്ലാ കോടതിയിൽ ഇരുവരുടെയും കുടുംബം എത്തിച്ചേരുകയും ചെയ്തിരുന്നു. എന്നാൽ കുടുംബത്തെ അറിയിക്കാതെ ഇരുവരുടെയും മൃതദേഹങ്ങൾ പോലീസ് ദഹിപ്പിച്ചു. കോടതി ഉത്തരവിനെ പാടെ അവഗണിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ നടപടി. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ബസവരാജു. മാവോയിസ്റ്റ് ജനറൽ സെക്രട്ടറി വധിച്ചുവെന്ന വാർത്ത വന്നതിന് പിന്നാലെ ബസവരാജുവിന്റെ കുടുംബം ഛത്തീസ്ഗഡിലെ നാരായൺപൂരിലേക്ക് തിരിക്കുകയും ചെയ്തിരുന്നു. മെയ് 22-നാണ് അവർ നാരായൺപൂരിൽ എത്തുന്നത്. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും കുടുംബത്തിന് ആന്ധ്ര പോലീസിന്റെ വിളിയെത്തി. ഉടൻ തിരിച്ചു വരണമെന്നായിരുന്നു നിർദ്ദേശം. മാവോയിസ്റ്റ് നേതാവിന്റെ മൃതദേഹം ആന്ധ്രയിലേക്ക് കൊണ്ടുവരുന്നതിൽ പോലീസിന് താല്പര്യമില്ലാത്തതായിരുന്നു അതിന് പിന്നിൽ. ഫോൺ വിളിയും സമ്മർദ്ദവും അധികമായതോടെ കുടുംബം തിരിച്ചു വന്നെങ്കിലും അതിനിടെ അവർ ആന്ധ്ര ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. ഒപ്പം സജ്ജ വെങ്കട റാവുവിന്റെ കുടുംബവും ഉണ്ടായിരുന്നു. ഇരു നേതാക്കളുടെയും മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്കായി വിട്ടു നൽകണമെന്നായിരുന്നു കോടതിയോട് അവർ ആവശ്യപ്പെട്ടത്. മെയ് 24-ന് അതിനനുകൂലമായ വിധിയും ഉണ്ടായി. ബസവരാജുവിന്റെയും നാഗേശ്വര റാവുവിന്റെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വിട്ടു നൽകണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. അതിന് ആന്ധ്ര ഛത്തീസ്ഗഡ് സർക്കാരുകൾ സമ്മതം അറിയിക്കുകയും ചെയ്തു. ആ ഉത്തരവുമായാണ് മെയ് 26-ന് നാരായൺപൂർ ഹോസ്പിറ്റലിലേക്ക് കുടുംബം എത്തുന്നത്. ഉച്ചയോടെ പോലീസ് എത്തി. രക്തബന്ധം തെളിയിക്കാനുള്ള രേഖകൾ ആവശ്യപ്പെട്ടു. അതവർ നൽകുകയും ചെയ്തു. എന്നാൽ കുറച്ചു സമയത്തിനു ശേഷം എത്തിയ പോലീസുകാരൻ മൃതദേഹം ദഹിപ്പിച്ചു എന്ന വാർത്തയാണ് കുടുംബത്തിന് കൈമാറിയത്. കുടുംബാംഗങ്ങൾ ആശുപത്രിക്ക് പുറത്ത് കാത്തു നിൽക്കവേ ക്ലെയിം ചെയ്യപ്പെടാത്ത മൃതദേഹങ്ങൾ ദഹിപ്പിച്ചു എന്നായിരുന്നു പോലീസ് അറിയിച്ചത്. രേഖകൾ പര്യാപ്തമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. സർപഞ്ചിന്റെ ഉത്തരവെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മൃതദേഹം വിട്ടു നൽകുമെന്നായിരുന്നു ശേഷമുള്ള ബസ്തർ റേഞ്ച് IG-യുടെ പ്രതികരണം. അതേസമയം സംഭവ സ്ഥലത്തുണ്ടായിരുന്ന അഭിഭാഷകൻ ബേല ഭാട്ടിയെ പങ്കുവച്ച വീഡിയോകൾ ഈ വാദത്തെ റദ്ദു ചെയ്യുന്നതാണ്. ഛത്തീസ്ഗഡ് അധികൃതരും ആന്ധ്രാപ്രദേശ് സർക്കാരും മൃതദേഹം വിട്ടു നൽകാൻ തയ്യാറാകുന്നില്ല എന്ന് കുടുംബം കുറ്റപ്പെടുത്തുന്നത് ഈ വീഡിയോകളിൽ നിന്ന് വ്യക്തമാണ്. മൃതദേഹം കോൾഡ് സ്റ്റോറേജിൽ വെച്ചില്ലെന്നും അഴുകാൻ അനുവദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളും കുടുംബം ഉയർത്തിയിരുന്നു. അക്കാദമീഷ്യന്മാർ, മനുഷ്യാവകാശ പ്രവർത്തകർ എന്നിവരുടെ കൂട്ടായ്മയായ കോർഡിനേഷൻ കമ്മിറ്റി ഫോർ പീസ് പോലീസ് നടപടിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. മൃതദേഹങ്ങൾ നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്തത് മെഡിക്കൽ നിയമ പ്രോട്ടോകോളുകളുടെ ലംഘനമാണെന്നും മരിച്ചവരോടുള്ള അവഹേളനമാണെന്നുമാണ് അവർ കുറ്റപ്പെടുത്തുന്നത്.